ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കി നിർത്തിയ ടോപ്പിക് എന്ന് പറയുന്നത് ആൽക്കലി മെറ്റൽസിൻ്റെ യൂസസ് വരെയായിരുന്നു. ഓക്കെ, അപ്പോൾ ചെറുതായിട്ട് നമ്മളൊരു ഓർഡറായിട്ട് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്, അതായത് ആൽക്കലി മെറ്റൽസിനെയും ആൽക്കലൈൻ എർത്ത് മെറ്റൽസിനെയും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ ഈ ടോപ്പിക് കൊടുത്തേക്കുന്നത് ഫസ്റ്റ് ആൽക്കലി മെറ്റൽസ് ദെൻ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്നാണ്. നമ്മൾ രണ്ടും ഒരുമിച്ചാണ് കൊണ്ടുപോകുന്നത്. ആൽക്കലി മെറ്റലും ആൽക്കലൈൻ എർത്ത് മെറ്റലും രണ്ടും ഒരു കമ്പാരിസൺ ടൈപ്പ് സ്റ്റഡി ആയിട്ടാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ആൽക്കലൈൻ എർത്ത് മെറ്റൽസിൻ്റെ യൂസസ് എന്തൊക്കെയാണെന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ആദ്യം നമ്മളോട് പറയുന്നത് ഫസ്റ്റ് വൺ ബെർലിയം. ഓക്കെ, ബെർലിയത്തിൻ്റെ യൂസ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ആൽക്കലി മെറ്റൽസിൽ ലിഥിയവും സോഡിയവും ഒക്കെ അലോയ്സ് ഫോം ചെയ്യുന്നുണ്ട്. ലിഥിയം ആണെങ്കിൽ ഇപ്പോൾ ഇതുമായിട്ട് ചേർന്നിട്ട് ലെഡുമായിട്ടൊക്കെ ചേർന്ന് അലോയ്സ് ഫോം ചെയ്യുന്നുണ്ട്. അതേപോലെ സോഡിയം ലെഡ് അലോയ് ഫോം ചെയ്യുന്നുണ്ട്. അതേപോലെ ഇവിടെ ബെർലിയം കോപ്പറുമായി ചേർന്ന് അലോയ് ഫോം ചെയ്യുന്നു. ഓക്കെ, ഇത് പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഹൈ സ്ട്രെങ്ത് സ്പ്രിങ്. ഓക്കെ, ഹൈ സ്ട്രെങ്ത് സ്പ്രിങ്ങുകൾ, അതായത് ഷോക്കപ്പുകളും മറ്റും ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന സ്പ്രിങ്ങുകളിലും മറ്റും ഉപയോഗിച്ചിരിക്കുന്നത് ബെർലിയം കോപ്പർ അലോയാണ്. ദെൻ അതേപോലെ തന്നെ മെറ്റാലിക് ബെർലിയം. ഓക്കെ, മെറ്റാലിക് ബെർലിയം നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഒരു സംവിധാനം വിൻഡോസ് ഓഫ് എക്സ്റേ ട്യൂബ്. ഓക്കെ, എക്സ്റേ ട്യൂബുകളുടെ വിൻഡോസിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ബെർലിയമാണ്. ഓക്കെ, ദെൻ അടുത്തതായിട്ട് മെഗ്നീഷ്യം. ഓക്കെ, മെഗ്നീഷ്യവും ഒരു അലോയ് ഫോം ചെയ്യുന്നുണ്ട്. മെഗ്നീഷ്യം ഒന്നിലധികം അലോയ്സ് ഫോം ചെയ്യുന്നുണ്ട്. മെഗ്നീഷ്യം അലുമിനിയവുമായിട്ടും അതേപോലെ തന്നെ മാംഗനീസുമായിട്ടും ടിന്നുമായിട്ടൊക്കെ മെഗ്നീഷ്യത്തിന് അലോയ് ഫോം ചെയ്യാനായിട്ട് സാധിക്കും. അതിലത്തെ ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണ് മെഗ്നീഷ്യം അലുമിനിയം അലോയ്. ഓക്കെ, മെഗ്നീഷ്യം അലുമിനിയം അലോയ് പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് എയർക്രാഫ്റ്റ് കൺസ്ട്രക്ഷനിലാണ്. ദെൻ അതേപോലെ തന്നെ അടുത്തതായിട്ട് വരുന്നത് മെഗ്നീഷ്യം പൗഡർ സാധാരണ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഫ്ലാഷ് പൗഡേഴ്സ് ആൻഡ് ബൾബ്സ്, ദെൻ ഇൻസെൻഡറി ബോംബ്സ് ആൻഡ് സിഗ്നൽസ്. ഓക്കെ, ഇതൊക്കെയാണ് പ്രധാനമായിട്ട് യൂസ് വരുന്നത്. ഓക്കെ, നമുക്കറിയാം നമ്മുടെ പണ്ട് കാലത്തൊക്കെ ബൾബുകളിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെഗ്നീഷ്യം വേപ്പറുകൾ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം. അതേപോലെ തന്നെ സസ്പെൻഷൻ ഓഫ് മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് MgOH2 നമ്മൾ അറിയപ്പെടുന്ന പേര് മിൽക്ക് ഓഫ് മെഗ്നീഷ്യ എന്നാണ് അറിയപ്പെടുന്നത്. മിൽക്ക് ഓഫ് മെഗ്നീഷ്യ സാധാരണ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് അൻറ്റാസിഡുകളിലാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അൻറ്റാസിഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അസിഡിറ്റി റിമൂവ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ആൻറ്റാസിഡായിട്ട് ഉപയോഗിക്കാറുള്ളത് മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡാണ്. നമ്മുടെ ജെലുസിൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു മെഡിസിനൊക്കെ നമ്മൾ ഗ്യാസ് ട്രബിളിനൊക്കെ വേണ്ടി നമ്മൾ കഴിക്കുന്ന ജെലുസിൽ എന്ന് പറയുന്ന മെഡിസിൻ ഉണ്ട്. ആ മെഡിസിനിലൊക്കെ ഈ പ്രസൻ്റ് ആയേക്കുന്നത് ഈ മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡാണ്, MgOH2. അപ്പോൾ ഒരു ആൻറ്റാസിഡായിട്ട് നമുക്ക് ഏത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും? ഈ മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ഉപയോഗിക്കാൻ സാധിക്കും. Then magnesium carbonate MgCO3 it is a ingredient of ടൂത്ത്പേസ്റ്റിലൊക്കെ പ്രസൻ്റ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണ് ഈ മെഗ്നീഷ്യം കാർബണേറ്റ് എന്ന് പറയുന്നത്. ദെൻ അടുത്തായിട്ട് വരുന്നത് കാൽഷ്യത്തിന് ഒരുപാട് യൂസസ് ഉണ്ട്. നിങ്ങൾക്കറിയാം കാൽഷ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കോമ്പൗണ്ടാണ് ഏത്? കാൽഷ്യം ഓക്സൈഡ് CaO എന്ന് പറയുന്ന കോമ്പൗണ്ടിനെ വിളിക്കുന്ന പേര് നിങ്ങൾക്കറിയാം, ക്യുക്ലൈം എന്നാണ് വിളിക്കുക. കാൽഷ്യം ഓക്സൈഡ് CaO ഈസ് കോൾഡ് ക്യുക്ലൈം. ഓക്കെ, ക്യുക്ലൈം. ഇതൊക്കെ സിമെൻ്റ് ഉണ്ടാക്കുന്നതിൻ്റെ പ്രോസസ്സിൽ നമ്മൾ കാൽഷ്യം ഓക്സൈഡ് ഉപയോഗിച്ചിട്ടുണ്ട്. അത് നമ്മൾ വഴിയെ നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ കാൽഷ്യം ഓക്സൈഡിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട യൂസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ മെറ്റലർജിക്കൽ പ്രോസസ്സുകളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ അയേൺ എക്സ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് അയേൺ എക്സ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് അയേണിൽ പ്രസൻ്റ് ആയിട്ടുള്ള ഇംപ്യൂരിറ്റിയാണ് SiO2 സിലിക്ക. ഓക്കെ, അയേണിൽ പ്രസൻ്റ് ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റിയാണ് സിലിക്ക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ സിലിക്കേനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് കൊണ്ടുവരാറുണ്ട്? കാൽഷ്യം ഓക്സൈഡ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഈ സിലിക്ക കാൽഷ്യം ഓക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്ത് അതെന്തായി മാറും? CaSiO3 എന്നായി മാറും. കാൽഷ്യം സിലിക്കേറ്റ് ആയിട്ട് മാറും. ഓക്കെ, സിലിക്ക കാൽഷ്യം ഓക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യും. അപ്പോൾ നോക്കൂടെ, ഈ സിലിക്ക എന്ന് പറയുന്ന സബ്സ്റ്റൻസ് ഇവിടെ ഇമ്പ്യൂരിറ്റി ആണെന്ന് പറഞ്ഞു. ഇത്തരത്തിലുള്ള ഇമ്പ്യൂരിറ്റീനെ നമ്മൾ വിളിക്കുന്ന പേര് ഗ്യാങ് എന്നാണ് വിളിക്കുക. ഇമ്പ്യൂരിറ്റീനെ ഗ്യാങ് എന്നും. അതേപോലെ തന്നെ ഈ ഗ്യാങ്ങിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കാൽഷ്യം ഓക്സൈഡ് ആഡ് ചെയ്യുന്നു. ഈ കാൽഷ്യം ഓക്സൈഡിനെ നമ്മളിവിടെ ഫ്ലക്സ് എന്നാണ് വിളിക്കുക. ഓക്കെ, ഇത് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഫ്ലക്സ് എന്നാണ് കാൽഷ്യം ഓക്സൈഡിനെ വിളിക്കുക. അപ്പോൾ മെറ്റലർജിക്കൽ പ്രോസസ്സുകളിൽ ഫ്ലക്സ് ആയിട്ട് കാൽഷ്യം ഓക്സൈഡ് ഉപയോഗിക്കാറുണ്ട്. ഈ ഫ്ലക്സും ഗ്യാങ്ങും കൂടി റിയാക്ട് ചെയ്ത് ഈ ഫോം ചെയ്യുന്ന കാൽഷ്യം സിലിക്കേറ്റിനെ
നമ്മൾ സ്ലാഗ് എന്നുള്ള പേരിലാണ് വിളിക്കാറുള്ളത്. ഓക്കെ, സ്ലാഗ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. അപ്പം ഇതാണ് നമ്മുടെ കാൽഷ്യം ഓക്സൈഡിൻ്റെ നോർമലായിട്ടുള്ള റിയാക്ഷൻ വരുന്നത്. പിന്നെ നിങ്ങൾക്കറിയാം കാൽഷ്യം ഓക്സൈഡ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ CaO പ്ലസ് H2O ഗീവ്സ് CaOH ട്വൈസ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ഫോം ചെയ്യുന്നു. കാൽഷ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സ്ലൈക്കഡ് ലൈം. ഓക്കെ, കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ഈസ് സ്ലൈക്കഡ് ലൈം. സാധാരണ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡിനെയൊക്കെ കണ്ടുപിടിക്കുന്ന സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പ്രസൻസ് ഒക്കെ തിരിച്ചറിയാൻ വേണ്ടി കാൽഷ്യം ഹൈഡ്രോക്സൈഡാണ് ഉപയോഗിക്കാറുള്ളത്. ഈ കാൽഷ്യം ഹൈഡ്രോക്സൈഡിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് പാസ് ചെയ്യുകയാണെങ്കിൽ കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും കൂടി റിയാക്ട് ചെയ്തിട്ട് കാൽഷ്യം കാർബണേറ്റ് ആയിട്ട് മാറും. കാൽഷ്യം കാർബണേറ്റ് എന്ന് പറയുന്നത് മിൽക്കി കളറായിരിക്കും. അങ്ങനെ മിൽക്കി കളർ ഫോം ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കാം ഇത് കാർബൺ ഡൈ ഓക്സൈഡ് ആണെന്ന്. ഓക്കെ, അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിനെ തിരിച്ചറിയുന്ന ടെസ്റ്റുകളിൽ നമ്മൾ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് സ്ലൈക്കഡ് ലൈമാണ് ഉപയോഗിക്കാറുള്ളത്. സോ കാൽഷ്യം ഓക്സൈഡിൻ്റെയും കാൽഷ്യം ഹൈഡ്രോക്സൈഡിൻ്റെയും ചില പ്രോപ്പർട്ടീസ് നമ്മൾ കണ്ടു. ഇനി അടുത്തായിട്ട് നമുക്ക് പറയാൻ പോകുന്നത് റേഡിയം. ഓക്കെ, റേഡിയം ഈസ് യൂസ്ഡ് ഇൻ റേഡിയോ തെറാപ്പി എന്ന് പറയുമ്പോൾ ട്രീറ്റ്മെൻറ്റ് ഓഫ് ക്യാൻസർ. ഓക്കെ, ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട്, അതായത് റേഡിയോ തെറാപ്പിയിൽ നമ്മൾ ഏത് ഉപയോഗിച്ചിരിക്കുന്നു? റേഡിയം ഉപയോഗിച്ചിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മുടെ ഈ പറയുന്ന ആൽക്കലൈൻ എർത്ത് മെറ്റൽസിൻ്റെ യൂസസ് വരുന്നത്. ഓക്കെ, ആൽക്കലി മെറ്റൽസിൻ്റെ യൂസസ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടിരുന്നു. ഇപ്പോൾ നമ്മൾ ആൽക്കലൈൻ എർത്ത് മെറ്റൽസിൻ്റെ യൂസസ് ആണ് നോക്കിയത്. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ അടുത്തതായിട്ട് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഓക്സോ ആസിഡ്സിൻ്റെ സോൾട്സ്. ഓക്കെ, സോൾട്സ് ഓഫ് ഓക്സോ ആസിഡ്സ് ഓഫ് ആൽക്കലി ആൻഡ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. ഓക്കെ, അതായത് ഈ ആൽക്കലൈൻ എർത്ത് മെറ്റൽസും ആൽക്കലൈൻ എർത്ത് മെറ്റൽസിൻ്റെയും ആൽക്കലി എർത്ത് മെറ്റൽസിൻ്റെയും ഓക്കെ സോൾട്സ് ഓഫ് ഓക്സോ ആസിഡ്സ് ഓഫ് ആൽക്കലി ആൻഡ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. ഈ ആൽക്കലി മെറ്റൽസും ആൽക്കലൈൻ എർത്ത് മെറ്റൽസിൻ്റെയും സോൾട്ടുകളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. സോൾട്സ് ഓഫ് ഓക്സോ ആസിഡ്സ്, അതായത് ഓക്സോ ആസിഡ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓക്സോ ആസിഡ്സ്? ഒന്ന് H2SO4, രണ്ട് HNO3, ഓക്കെ HNO3, ദെൻ H2CO3. ഇതൊക്കെയാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓക്സോ ആസിഡ്സ്. ഈ ഓക്സോ ആസിഡ്സുമായിട്ട് ആൽക്കലി മെറ്റൽസ് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ അവരുടെ സോൾട്ടുകൾ ഫോം ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് സോൾട്ട്സ് ഓഫ് ഓക്സോ ആസിഡ്സ് ഓഫ് ആൽക്കലി ആൻഡ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. ഓക്കെ, അതായത് ഇപ്പോൾ സപ്പോസ് നിങ്ങൾ ലിഥിയം എടുക്കുകയാണ്. ഓക്കെ, ലിഥിയം ഇതേപോലെ തന്നെ H2CO3യുമായിട്ട് റിയാക്ട് ചെയ്യാണ് എന്ന് വിചാരിക്കുക. ലിഥിയം H2CO3യുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. അതായത് H2CO3 എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് കാർബോണിക് ആസിഡ്. ഓക്കെ, കാർബോണിക് ആസിഡ്. അങ്ങനെ കാർബോണിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്ത് അവിടെ ഫോം ചെയ്യുന്നത് Li2CO3 എന്നാണ്, ലിഥിയം കാർബണേറ്റ്. ഓക്കെ, കാർബണേറ്റ് ഫോം ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ സോൾട്സ് ഓഫ് ഓക്സോ ആസിഡിൽ ഒരു എക്സാമ്പിൾ ആണ് കാർബണേറ്റുകൾ. ഓക്കെ, അതേപോലെ തന്നെ ഞാൻ അടുത്തൊരു ആസിഡ് അവിടെ കാണിച്ചിട്ടുണ്ട് H2SO4. ഓക്കെ, ഇതേപോലെ തന്നെ H2SO4യുമായിട്ട് റിയാക്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. സപ്പോസ് സോഡിയം H2SO4യുമായിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ ഫോം ചെയ്യുന്നത് Na2SO4 ആണ്. സോ സൾഫേറ്റ് ഫോം ചെയ്യും. അപ്പോൾ ഇവിടുത്തെ സോൾട്ട് എന്ന് പറയുന്നത് സൾഫേറ്റ് ആണ്. ഓക്കെ, ഇവിടുത്തെ സോൾട്ട് എന്ന് പറയുന്നത് സൾഫേറ്റ് ആണ്. ഇതേപോലെ തന്നെ അടുത്തതായിട്ട് HNO3. അപ്പോൾ ഇതൊക്കെയാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓക്സോ ആസിഡ്സ്. HNO3യുമായിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ ഫോം ചെയ്യുന്നത് NaNO3 ആയിരിക്കും ഫോം ചെയ്യുക. സോഡിയം നൈട്രേറ്റ്, ലിഥിയം നൈട്രേറ്റ്, പൊട്ടാസ്യം നൈട്രേറ്റ് പോലെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള നൈട്രേറ്റുകൾ ഫോം ചെയ്യുന്നു. അപ്പോൾ നമ്മളിവിടെ പ്രധാനമായിട്ട് നോക്കാൻ പോകുന്നത് സോൾട്സ് ഓഫ് ഓക്സോ ആസിഡ്സിൽ ഒന്ന് കാർബണേറ്റുകൾ, രണ്ട് സൾഫേറ്റുകൾ, മൂന്ന് നൈട്രേറ്റുകൾ. ഓക്കെ, കാർബണേറ്റുകൾ, നൈട്രേറ്റുകൾ, സൾഫേറ്റുകൾ, ഈ മൂന്ന് കേസുകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതിലത്തെ ഒന്നാമത്തെ കാർബണേറ്റുകളിലേക്ക് വരാം. ഏറ്റവും ആദ്യത്തെ കാർബണേറ്റ്. ഓക്കെ, ആൽക്കലി മെറ്റൽസ് ഫോം ചെയ്യുന്ന കാർബണേറ്റുകളുടെ ജനറൽ ഫോർമുല M2CO3 എന്നാണ് വരിക. ആൽക്കലി മെറ്റൽസ് ഫോം ചെയ്യുന്ന കാർബണേറ്റുകളുടെ ജനറൽ ഫോർമുല M2CO3. ഫോർ എക്സാമ്പിൾ ലിഥിയം കാർബണേറ്റ് Li2CO3, sodium carbonate Na2CO3, then potassium carbonate K2CO3, then rubidium carbonate Rb2CO3, then cesium carbonate CS2CO3. ഇതൊക്കെയാണ് ഫസ്റ്റ് ടൈപ്പ് ആൽക്കലി മെറ്റൽസ് ഫോം ചെയ്യുന്ന കാർബണേറ്റുകൾ.
അതേപോലെ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ഫോം ചെയ്യുന്ന കാർബണേറ്റുകളാണ് MCO3 ടൈപ്പ്. ഓക്കെ, ഏതൊക്കെയാ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ഫോം ചെയ്യുന്ന കാർബണേറ്റുകൾ? ഒന്ന് ബെറിലിയം കാർബണേറ്റ് BeCO3, ദെൻ മെഗ്നീഷ്യം കാർബണേറ്റ് MgCO3, ദെൻ കാൽഷ്യം കാർബണേറ്റ് CaCO3, ദെൻ സ്ട്രോൺഷ്യം കാർബണേറ്റ് SrCO3. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ ബാരിയം കാർബണേറ്റ് BaCO3. ഇതൊക്കെയാണ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ഫോം ചെയ്യുന്ന കാർബണേറ്റുകൾ. ഓക്കെ, ഇനി ഈ കാർബണേറ്റുകളുടെ എന്തൊക്കെയാണ് പ്രത്യേകതകൾ നോക്കാം. ആദ്യം ഈ ലിഥിയം കാർബണേറ്റ് ഒഴികെ ഇപ്പൊ പറഞ്ഞ കാർബണേറ്റുകളൊക്കെ, അതായത് ആൽക്കലി മെറ്റൽസിന്റെ, ആൽക്കലൈൻ എർത്ത് മെറ്റൽസിലേക്ക് വരുന്നില്ല, ആദ്യം ആൽക്കലി മെറ്റൽസ് നോക്കുന്നു. ഈ ആൽക്കലി മെറ്റൽസ് കാർബണേറ്റ്സിൽ ലിഥിയം കാർബണേറ്റ് ഒഴികെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഏതൊക്കെ? സോഡിയം കാർബണേറ്റ്, പൊട്ടാസ്യം കാർബണേറ്റ്, റുബീഡിയം കാർബണേറ്റ്, സീഷ്യം കാർബണേറ്റ്. ഓക്കെ, ഈ തുടങ്ങിയിട്ടുള്ള കാർബണേറ്റുകളൊക്കെ തന്നെ സാധാരണ സ്റ്റേബിൾ ആയിരിക്കും. ഓക്കെ, ഹീറ്റ് ചെയ്താലും അവർ സ്റ്റേബിൾ ആവും. എന്നാൽ ഈ ലിഥിയം കാർബണേറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ലിഥിയം കാർബണേറ്റ് സ്റ്റേബിൾ അല്ല. ലിഥിയം കാർബണേറ്റ് Li2CO3 എന്ന് പറയുന്നത് ഡീകമ്പോസ് ചെയ്തിട്ട് അവിടെ Li2Oയും ലിഥിയം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടാവും. ഓക്കെ, ലിഥിയം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡ് ആയിരിക്കും ഫോം ചെയ്യുന്നത്. എന്തുകൊണ്ടായിരിക്കും ഇവർ ലിഥിയം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും ഫോം ചെയ്യുന്നത്? എന്തുകൊണ്ടായിരിക്കും Li2CO3 എന്ന് പറയുന്നത് Li2Oയും CO2 ആയിട്ട് മാറുന്നത്? ഈ ലിഥിയത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ലിഥിയം എന്ന് പറഞ്ഞാൽ ഒരു സ്മോളസ്റ്റ് സൈസുള്ള പാർട്ടിക്കിളാണ്, വളരെ ചെറിയ പാർട്ടിക്കിളാണ്. ഈ വളരെ ചെറിയ പാർട്ടിക്കിളായിട്ടുള്ള ലിഥിയത്തിന് പോളറൈസ് ചെയ്യാനുള്ള കഴിവ് വളരെ കൂടുതലാണ്. ഓക്കെ, പോളറൈസ് ചെയ്യാനുള്ള കഴിവ് കൂടുതലാണ്. അപ്പം അതുകൊണ്ട് Li2CO3-ലത്തെ Li+ അയോണുകളും CO3 അയോണുകളുമായിട്ട് ഇവനിരിക്കുന്ന സമയത്ത്, ഓക്കെ, Li2CO3-ൽ Li+ അയോണുകളും CO3 അയോണുകളായിട്ടിരിക്കുമ്പോൾ ഇതിലത്തെ ലിഥിയം അയോണുകൾക്ക് പോളറൈസ് ചെയ്യാനുള്ള കഴിവ് കൂടുതലായതുകൊണ്ട് ഈ CO3 അയോണുകളെ പോളറൈസ് ചെയ്യിപ്പിക്കുന്നു. അങ്ങനെ CO3 അയോണുകൾ പോളറൈസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ കാർബൺ ഡൈ ഓക്സൈഡും അതേപോലെ തന്നെ അവിടെ ലിഥിയത്തിൻ്റെ ഓക്സൈഡായിട്ടുള്ള Li2Oയും ഫോം ചെയ്യുന്നു, ലിഥിയം ഓക്സൈഡും ഫോം ചെയ്യുന്നു. നോക്കുക, ലിഥിയം പോളറൈസസ് എ ലാർജ് CO3 അയോൺ ലീഡിങ് ടു ദ ഫോർമേഷൻ ഓഫ് മോർ സ്റ്റേബിൾ Li2O ആൻഡ് CO2. ഓക്കെ, ഇറ്റ്സ് ഹൈഡ്രജൻ കാർബണേറ്റ്. ഓക്കെ, ഇവിടെ നോക്കുക, അതായത് അടുത്ത പോയിന്റ് പറഞ്ഞേക്കുന്നതാണ്. ഇറ്റ്സ് ഹൈഡ്രജൻ കാർബണേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിഥിയം ഹൈഡ്രജൻ കാർബണേറ്റ്, അത് അടുത്ത പോയിന്റ് ആണ്. ഓക്കെ, ഇത് സെന്റൻസ് മാറിക്കിടക്കുന്നത്. ഹൈഡ്രജൻ കാർബണേറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് ഇൻ സോളിഡ് സ്റ്റേറ്റ്. ഓക്കെ, അതായത് ലിഥിയം ബൈകാർബണേറ്റ് ഉണ്ടല്ലോ, ഈ ലിഥിയം ബൈകാർബണേറ്റ് സോളിഡ് സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യില്ല. ഓക്കെ, ലിഥിയം ബൈകാർബണേറ്റിൻ്റെ പ്രത്യേകത അവനൊരിക്കലും സോളിഡ് സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യില്ല. ലിഥിയം ബൈകാർബണേറ്റ് എങ്ങനെ മാത്രമേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ? എക്വസ് സൊല്യൂഷനിൽ മാത്രമേ ലിഥിയം ബൈകാർബണേറ്റിനെ എക്സിസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കൂ. ആ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ ഇവിടെ ഈ പോയിന്റ് ഇവിടെ പറഞ്ഞത് ലിഥിയം കാർബണേറ്റിനെ പോളറൈസ് ചെയ്തിട്ട് Li2O ലിഥിയം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡായി മാറുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ലിഥിയത്തിൻ്റെ ബൈകാർബണേറ്റ് ഒന്ന് നോക്കി നോക്കുക, കാർബണേറ്റ് കൂടാതെ ബൈകാർബണേറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അങ്ങനെ ബൈകാർബണേറ്റ് നോക്കുമ്പോൾ ലിഥിയം ബൈകാർബണേറ്റിൻ്റെ ഒരു പ്രത്യേകത, ലിഥിയം ബൈകാർബണേറ്റിനുള്ള എക്സെപ്ഷണൽ ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, സോഡിയം ബൈകാർബണേറ്റ്, നിങ്ങൾക്കറിയാം സോഡിയം ബൈകാർബണേറ്റ് എന്ന് പറഞ്ഞാൽ ബേക്കിംഗ് സോഡയാണ്, NaHCO3 ബേക്കിംഗ് സോഡയാണ്. ഇവൻ സോളിഡ് സ്റ്റേറ്റിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്, അത് സോളിഡ് ഫോം ആണ് നമുക്കറിയാം. സോഡിയം ബൈകാർബണേറ്റ് സോളിഡ് സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നു. എന്നാൽ ലിഥിയം ബൈകാർബണേറ്റിന്റെ പ്രത്യേകത, അവന് സോളിഡ് സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല, പകരം അവൻ ഒരു എക്വസ് സൊല്യൂഷനിലായിരിക്കും എപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഇനി ലിഥിയം ബൈകാർബണേറ്റിനെ അതേപോലെ സോളിഡ് സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. ലിഥിയം ബൈകാർബണേറ്റ് സോളിഡ് സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഇതിനെ ഞാനൊരു കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അറ്റ്മോസ്ഫിയറിൽ കൊണ്ടുവയ്ക്കണം. അതായത് കാർബൺ ഡൈ ഓക്സൈഡ് ഫില്ല് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ചേംബറിലോ എന്തിലെങ്കിലും നമ്മളിതിന് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ഇതൊരിക്കലും ഡീകമ്പോസ് ചെയ്ത് പോവില്ല, അതെന്ത് തന്നെയായിട്ട് നിൽക്കും? ലിഥിയം ബൈകാർബണേറ്റ് ആയിട്ട് സോളിഡ് ഫോമിൽ എക്സിസ്റ്റ് ചെയ്യാൻ സാധിക്കും. അല്ല എങ്കിൽ നോർമലി ലിഥിയം ബൈകാർബണേറ്റ് എന്ത് സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യില്ല? സോളിഡ് സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യില്ല. അവൻ എപ്പോഴും എക്വസ് സൊല്യൂഷൻ ആയിട്ട് നിൽക്കാനുള്ള ടെൻഡൻസിയാണുള്ളത്. ഓക്കെ, ഇതാണ് നമ്മുടെ കാർബണേറ്റുകളുടെ ടോപ്പിക്കിൽ ആൽക്കലി മെറ്റൽസിൽ നിന്ന് നമുക്ക് ആദ്യത്തെ സെക്ഷനിൽ നമുക്ക് പറയാനുള്ളത്. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഈ കാർബണേറ്റുകളുടെ സോലുബിലിറ്റിയുടെയും അതേപോലെ തന്നെ സ്റ്റെബിലിറ്റിയുടെയും ഓർഡറാണ്. ഓക്കെ, സോലുബിലിറ്റി ആൻഡ് സ്റ്റെബിലിറ്റി. ഓക്കെ, കാർബണേറ്റുകളുടെ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ആൽക്കലി മെറ്റൽ കാർബണേറ്റുകൾ. ആൽക്കലി മെറ്റൽ കാർബണേറ്റുകൾ ഇവിടെ ലിഥിയം കാർബണേറ്റും അതേപോലെ തന്നെ സീഷ്യം കാർബണേറ്റ് നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ലിഥിയം കാർബണേറ്റ്,
സീഷ്യം കാർബണേറ്റ് CH2CO3 ആൻഡ് Li2CO3 ലിഥിയം കാർബണേറ്റും അതേപോലെ സീഷ്യം കാർബണേറ്റും. ഇതിൽ ഏറ്റവും കൂടുതൽ സ്റ്റേബിൾ ആയിട്ടുള്ളതും സോലുബിൾ ആയിട്ടുള്ളതും സീഷ്യം കാർബണേറ്റ് ആണ്. ഓക്കെ, ഏറ്റവും കൂടുതൽ സോലുബിൾ ആയിട്ടുള്ളതും അതേപോലെ സ്റ്റേബിൾ ആയിട്ടുള്ളതും ആരാണ്? സീഷ്യം കാർബണേറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കണ്ടീഷനാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്, അതായത് സോലുബിലിറ്റി. ഈ സോലുബിലിറ്റി എന്ന് പറയുന്ന ഫാക്ടർ ഇനി അങ്ങോട്ട് വരുന്ന എല്ലാ ഈ സോൾസിൻ്റെ കേസിലും വരുന്നുണ്ട്. എല്ലാ സോൾസിൻ്റെ കേസിലും നമ്മൾ എന്ത് ഡിസ്കസ് ചെയ്യും? സോലുബിലിറ്റി ഡിസ്കസ് ചെയ്യും. അപ്പോൾ സോലുബിലിറ്റിനെ കുറിച്ച് ബേസിക് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, സോലുബിലിറ്റി ഡിപ്പെൻഡ്സ് ഓൺ ഹൈഡ്രേഷൻ എൻതാൽപ്പി ആൻഡ് ലാറ്റിസ് എൻതാൽപ്പി. ലാറ്റിസ് എൻതാൽപ്പിയുടെയും ഹൈഡ്രേഷൻ എൻതാൽപ്പിയുടെയും വാല്യൂ നോക്കിക്കൊണ്ടാണ് സോലുബിലിറ്റി എപ്പോഴും നമ്മൾ തീരുമാനിക്കുന്നത്. ഈ ലാറ്റിസ് എൻതാൽപ്പിയുടെ വാല്യൂ കുറവും, ഓക്കെ, ലാറ്റിസ് എൻതാൽപ്പിയുടെ വാല്യൂ കുറവും ഹൈഡ്രേഷൻ എൻതാൽപ്പിയുടെ വാല്യൂ കൂടുതലാണെങ്കിൽ ഒരു സോൾട്ട് വാട്ടർ സോലുബിൾ ആവും. ഓക്കെ, വാട്ടർ സോലുബിൾ ആവും. അപ്പോൾ ഹൈഡ്രേഷൻ എൻതാൽപ്പിയുടെ വാല്യൂ കൂടുതലായിരിക്കണം എന്നുള്ളതാണ് അവിടുത്തെ കണ്ടീഷൻ. ഒരിക്കലും ഹൈഡ്രേഷൻ എൻതാൽപ്പി കുറവും ലാറ്റിസ് എൻതാൽപ്പി കൂടുതലുമാണെങ്കിൽ, ലാറ്റിസ് എൻതാൽപ്പി കൂടുതലാണ് ഹൈഡ്രേഷൻ എൻതാൽപ്പി കുറവാണെങ്കിൽ അവൻ സോലുബിൾ ആവില്ല. ഓക്കെ, അപ്പോൾ ഈ കണ്ടീഷനാണ് എപ്പോഴും സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. ഒരാളുടെ ലാറ്റിസ് എൻതാൽപ്പി, ഒരു സോൾട്ടിൻ്റെ ലാറ്റിസ് എൻതാൽപ്പി കുറവും അവൻ്റെ ഹൈഡ്രേഷൻ എൻതാൽപ്പി കൂടുതലുമാണെങ്കിൽ അത് വാട്ടറിൽ സോലുബിൾ ആയിരിക്കും. അവൻ്റെ സോലുബിലിറ്റി, വാട്ടറിലുള്ള സോലുബിലിറ്റി കൂടുതലായിരിക്കും എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ ലിഥിയം മുതൽ തുടങ്ങി സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം കാർബണേറ്റ് ഉണ്ട്. ഇതിൽ ലീസ്റ്റ് സോലുബിൾ ആയിട്ടുള്ളത് ലിഥിയം കാർബണേറ്റും മോസ്റ്റ് സോലുബിൾ ആയിട്ടുള്ളത് സീഷ്യം കാർബണേറ്റുമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് നമ്മളിപ്പോൾ പറഞ്ഞത് ആൽക്കലി മെറ്റൽസിൻ്റെ സോലുബിലിറ്റിയുടെ കേസാണ്. അങ്ങനെയാണെങ്കിൽ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എങ്ങനെയായിരിക്കും സോലുബിൾ ആവുന്നത്? ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ആയിട്ടുള്ള ബെർലിയം കാർബണേറ്റ്, ദെൻ മെഗ്നീഷ്യം കാർബണേറ്റ്, ദെൻ കാൽഷ്യം കാർബണേറ്റ്, സ്ട്രോൺഷ്യം കാർബണേറ്റ്, ബാരിയം കാർബണേറ്റ്. ഇതിൽ ഏറ്റവും മോസ്റ്റ് സോലുബിൾ ആയിട്ടുള്ളത് ബെർലിയം കാർബണേറ്റ് ആണ്. ഇതേ ഫാക്ടർ നോക്കിക്കൊണ്ടാണ് പറയേണ്ടത്. ലാറ്റിസ് എൻതാൽപ്പി, ഹൈഡ്രേഷൻ എൻതാൽപ്പി ഫാക്ടർ നോക്കിക്കൊണ്ടാണ് പറയേണ്ടത്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ സോലുബിലിറ്റി ഉള്ളത് ബെർലിയം കാർബണേറ്റിനും ലീസ്റ്റ് സോലുബിലിറ്റി വരുന്നത് ബാരിയം കാർബണേറ്റിനുമായിരിക്കും. ഓക്കെ, ഇനി ഇവരുടെ സ്റ്റെബിലിറ്റിയുടെ ഓർഡർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നേരെ റിവേഴ്സാണ്. റിവേഴ്സ് ആയിട്ടുള്ള ഓർഡർ ബാരിയം കാർബണേറ്റ് ആയിരിക്കും ഏറ്റവും കൂടുതൽ സ്റ്റേബിൾ ആയിട്ടുള്ളത്. ഓക്കെ, ബാരിയം കാർബണേറ്റിനായിരിക്കും സ്റ്റെബിലിറ്റി കൂടുക, ബെർലിയം കാർബണേറ്റിനായിരിക്കും സ്റ്റെബിലിറ്റി കുറയുക. അപ്പോൾ ഇവിടുത്തെ കേസ് പോലെയല്ല, ഇവിടെ ആയിരിക്കുമ്പോൾ കാർബണേറ്റുകളിൽ ആൽക്കലി മെറ്റൽസിൻ്റെ കേസിൽ സ്റ്റെബിലിറ്റിയുടെയും സോലുബിലിറ്റിയുടെയും ഓർഡർ ഒരേപോലെയാണ് വരുന്നത്. എന്നാൽ ആൽക്കലൈൻ എർത്ത് മെറ്റൽസിൽ വരുമ്പോൾ സോലുബിലിറ്റിയുടെ ഓർഡറിൽ ബെർലിയം കാർബണേറ്റ്സ് ആണ് മോസ്റ്റ് സോലുബിൾ ആയിട്ടുള്ളത്, ബാരിയം കാർബണേറ്റ് ആണ് ലീസ്റ്റ് സോലുബിൾ ആയിട്ടുള്ളത്. ഏത് ഫാക്ടർ കൺസിഡർ ചെയ്തുകൊണ്ടാണ് പറയുന്നത്? ലാറ്റിസ് എൻതാൽപ്പി, ഹൈഡ്രേഷൻ എൻതാൽപ്പി ഫാക്ടർ കൺസിഡർ ചെയ്തുകൊണ്ടാണ് പറയുന്നത്. ഹൈഡ്രേഷൻ എൻതാൽപ്പി കൂടുതലും ലാറ്റിസ് എൻതാൽപ്പി കുറവുമാണെങ്കിൽ സാധാരണ ഇവർ സോലുബിൾ ആയിരിക്കും. ഇതാണ് കണ്ടീഷൻ. ഓക്കെ, ദെൻ ഇവരുടെ രണ്ടുപേരുടെയും സോലുബിലിറ്റിയുടെ ഓർഡർ കണ്ടു. ഇത്രയാണ് നമ്മുടെ കാർബണേറ്റുകൾ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് വരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സോൾസ് ഓഫ് ഓക്സോ ആസിഡ്സ്, സോൾസ് ഓഫ് ഓക്സോ ആസിഡ്സ് ഓഫ് ആൽക്കലി ആൻഡ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. അപ്പോൾ ഇതിൽ അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് നൈട്രേറ്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ നൈട്രേറ്റിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, എങ്ങനെയാണ് നൈട്രേറ്റുകൾ വരിക? നൈട്രേറ്റുകളുടെ കേസ് നമുക്കറിയാം, HNO3. ഓക്കെ, നൈട്രിക് ആസിഡുമായിട്ട്, ഓക്കെ, നൈട്രിക് ആസിഡാണ് ഇവിടുത്തെ ഓക്സോ ആസിഡ്. ഓക്കെ, ഈ ഓക്സോ ആസിഡുമായിട്ട് ആൽക്കലി മെറ്റൽസ് റിയാക്ട് ചെയ്ത് ഫോം ചെയ്യുന്ന സോൾട്ടുകൾ, സോൾട്സ് ഓഫ് ഓക്സോ ആസിഡ്സ് ഓഫ് ആൽക്കലി ആൻഡ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. അതിലത്തെ ഒന്നാമത്തെ കാറ്റഗറിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കാർബണേറ്റുകൾ. കാർബണേറ്റ് ഫോം ചെയ്തത് ഏതിൽ നിന്നായിരുന്നു? കാർബോണിക് ആസിഡിൽ നിന്നായിരുന്നു. എന്നാൽ ഇവിടെ നൈട്രേറ്റുകൾ പറയുന്നു നൈട്രേറ്റ് ഫോം ചെയ്യുന്നത് HNO3യിൽ നിന്നാണ്. ഇവർ പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള നൈട്രേറ്റുകളായിരിക്കും ഫോം ചെയ്യുക. ഒന്ന് MnO3 ടൈപ്പും രണ്ട് MnO3 ട്വൈസ് എന്ന് പറയുന്ന ടൈപ്പും. MnO3 ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ലിഥിയം നൈട്രേറ്റ്, LiNO3, അതായത് ഇത് ആൽക്കലി മെറ്റൽസ് ഫോം ചെയ്യുന്നതും ഇത് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ഫോം ചെയ്യുന്നതിൻ്റെയും ജനറൽ ഫോർമുലയാണ്. ഓക്കെ, ആൽക്കലി മെറ്റൽസ് ഫോം ചെയ്യുന്നത് LiNO3 ലിഥിയം നൈട്രേറ്റ്, ദെൻ സോഡിയം നൈട്രേറ്റ്, ദെൻ പൊട്ടാസ്യം നൈട്രേറ്റ്. ഓക്കെ, ഈ സോഡിയം നൈട്രേറ്റിനെ വിളിക്കുന്ന വേറൊരു പേര് നമ്മൾ ക്ലാസ് തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. സോഡിയം നൈട്രേറ്റ് ഈസ് കോൾഡ് ചിലി സോൾട്ട് പീറ്റർ. ഓക്കെ, ചിലി സോൾട്ട് പീറ്റർ എന്നുള്ള ഒരു പേരിൽ അറിയപ്പെടുന്നു പറഞ്ഞിരുന്നു. അതേപോലെ പൊട്ടാസ്യം നൈട്രേറ്റ് ഈസ് നോൺ ആസ് ഇന്ത്യൻ സോൾട്ട് പീറ്റർ. ഓക്കെ, ഇങ്ങനെ ഒരു പേര് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ പൊട്ടാസ്യം നൈട്രേറ്റിന് അറിയപ്പെടുന്ന വേറൊരു പേരാണ് നൈട്രേ എന്നും അറിയപ്പെടും.
അപ്പോൾ ലിഥിയം നൈട്രേറ്റ്, സോഡിയം നൈട്രേറ്റ്, പൊട്ടാസ്യം നൈട്രേറ്റ്, ദെൻ റുബീഡിയം നൈട്രേറ്റ്, ദെൻ ഫൈനലി സീഷ്യം നൈട്രേറ്റ്. ഓക്കെ, ഇപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ആൽക്കലി മെറ്റൽസ് ഫോം ചെയ്യുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള നൈട്രേറ്റുകൾ. ഇനി നമുക്ക് നോക്കാം ഏതാണ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ഫോം ചെയ്യുന്ന നൈട്രേറ്റുകൾ. ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്ന് പറയുമ്പോൾ ബെർലിയം BeNO3 twice, then magnesium MgNO3 twice, then calcium nitrate CaNO3 twice, then strontium nitrate SrNO3 twice, then finally barium nitrate BaNO3 twice. ഇതൊക്കെയാണ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ഫോം ചെയ്യുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള നൈട്രേറ്റുകൾ. ബെർലിയം നൈട്രേറ്റ്, മെഗ്നീഷ്യം നൈട്രേറ്റ്, കാൽഷ്യം നൈട്രേറ്റ്, സ്ട്രോൺഷ്യം നൈട്രേറ്റ്, ബാരിയം നൈട്രേറ്റ്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഇവരുടെ സ്റ്റെബിലിറ്റിയുടെ ഓർഡർ ഒന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. ആദ്യം സ്റ്റെബിലിറ്റിയുടെ ഓർഡർ. ഇതിലാരായിരിക്കും ലീസ്റ്റ് സ്റ്റേബിൾ ആയിരിക്കുക, മോസ്റ്റ് സ്റ്റേബിൾ ആയിരിക്കുക? ലിഥിയം നൈട്രേറ്റ് ആയിരിക്കും ഇതിലത്തെ ലീസ്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ളത്. ലിഥിയം നൈട്രേറ്റ് ആയിരിക്കും ലീസ്റ്റ് സ്റ്റേബിൾ ആയിരിക്കുക. മോസ്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ളത് സീഷ്യം നൈട്രേറ്റ് ആയിരിക്കും. അതായത് നൈട്രേറ്റുകളുടെ സ്റ്റെബിലിറ്റി ആൽക്കലി മെറ്റൽസിൻ്റെ കേസിൽ ഡൗൺ ദ ഗ്രൂപ്പ് ഇൻക്രീസ് ചെയ്ത് വരുന്നു. ആൽക്കലൈൻ എർത്ത് മെറ്റൽസിൻ്റെ കേസിലും അതേപോലെ തന്നെയാണ്. അപ്പോൾ ആൽക്കലി മെറ്റൽസിൻ്റെ കേസിലായാലും ആൽക്കലൈൻ എർത്ത് മെറ്റൽസിൻ്റെ കേസിലായാലും ഡൗൺ ദ ഗ്രൂപ്പ് ആൽക്കലി മെറ്റൽസിൻ്റെയും ആൽക്കലൈൻ എർത്ത് മെറ്റൽസിൻ്റെയും സ്റ്റെബിലിറ്റി ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഡൗൺ ദ ഗ്രൂപ്പ് സ്റ്റെബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ടോപ്പിക് ഒന്ന് നോക്കി നോക്കാം. അടുത്തായിട്ട് ഈ നൈട്രേറ്റുകളിൽ ഈ ലിഥിയം നൈട്രേറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിഥിയം നൈട്രേറ്റ് നമ്മളൊന്ന് ഹീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവന് തെർമൽ ഡീകമ്പോസിഷൻ നടന്നിട്ട് അവൻ Li2Oയും NO2 ആയിട്ട് മാറും. ഓക്കെ, അവൻ വളരെയധികം സ്റ്റെബിലിറ്റി കുറഞ്ഞിട്ടുള്ളൊരു എലമെൻ്റ് ആണ് ലിഥിയം നൈട്രേറ്റ്. LiNO3 എന്ന് പറയുന്നത് ഒരു ലീസ്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണ്. ഓക്കെ, അത് ഉടനെ തന്നെ ഡീകമ്പോസ് ചെയ്തിട്ട് 4LiNO3 ഗീവ്സ് 2Li2O പ്ലസ് 4NO2 പ്ലസ് O2 എന്ന് വരും. ഓക്കെ, 4LiNO3 ഗീവ്സ് 2Li2O ലിഥിയം ഓക്സൈഡ് ഫോം ചെയ്യുന്നു, പ്ലസ് 4NO2 നൈട്രജൻ ഡയോക്സൈഡ് ഫോം ചെയ്യുന്നു, പ്ലസ് O2 ഓക്സിജനും ഫോം ചെയ്യുന്നു. ഓക്കെ, ഇതേപോലെ മറ്റുള്ള നൈട്രേറ്റുകളൊക്കെ ഡീകമ്പോസ് ചെയ്യാൻ വിചാരിക്കുക. മറ്റുള്ള നൈട്രേറ്റുകളായിട്ടുള്ള അതായത് ലിഥിയം അല്ലാതെ സോഡിയം നൈട്രേറ്റ്, പൊട്ടാസ്യം നൈട്രേറ്റ്, റുബീഡിയം നൈട്രേറ്റ് ഒക്കെ ഡീകമ്പോസ് ചെയ്യുകയാണെങ്കിൽ അവിടെ വരുന്ന ഇക്വേഷൻ ഇതേപോലെയല്ല. MeNO3 ഗീവ്സ് MnO2 പ്ലസ് O2 എന്നാ വരിക. ഫോർ എക്സാമ്പിൾ സോഡിയം നൈട്രേറ്റ് എടുക്കാമെന്ന് വിചാരിക്കുക, NaNO3. ഓക്കെ, ഇവിടെ NaNO3 ഡീകമ്പോസ് ചെയ്യാണ്. അപ്പോൾ 2NaNO3 ഗീവ്സ് 2NaNO2 പ്ലസ് O2 എന്നായിരിക്കും വരിക. 2NaNO2 പ്ലസ് O2. ഇതിലത്തെ NaNO3 എന്ന് പറഞ്ഞാൽ സോഡിയം നൈട്രേറ്റ്. ഈ സോഡിയം നൈട്രേറ്റ് ഡീകമ്പോസ് ചെയ്ത് അവിടെ ഫോം ചെയ്യുന്നത് സോഡിയം നൈട്രൈറ്റ് ആണ്. ഓക്കെ, സോഡിയം നൈട്രൈറ്റ് പ്ലസ് ഓക്സിജൻ ഇങ്ങനെയായിരിക്കും വരിക. സോഡിയം നൈട്രേറ്റ് ഡീകമ്പോസ് ചെയ്ത് സോഡിയം നൈട്രൈറ്റ് പ്ലസ് ഓക്സിജൻ എന്നായിരിക്കും വരിക. ഓക്കെ, ഇതേപോലെ തന്നെ നിങ്ങൾ ആൽക്കലൈൻ എർത്ത് മെറ്റൽസിൻ്റെ കേസ് നോക്കാമെന്ന് വിചാരിക്കുക. ആൽക്കലൈൻ എർത്ത് മെറ്റൽസിൻ്റെ കേസിൽ MnO3 ട്വൈസ്. ഓക്കെ, MnO3 ട്വൈസ് എന്ന് പറഞ്ഞാൽ മെഗ്നീഷ്യം നൈട്രേറ്റ് ആവാം. ഇപ്പോൾ MgNO3 ട്വൈസ് ഗീവ്സ് മെഗ്നീഷ്യം ഓക്സൈഡും അതേപോലെ NO2 പ്ലസ് O2. ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ ഇങ്ങനെ എഴുതാം നമുക്ക്, MgNO3 ട്വൈസ് ഗീവ്സ് MgO പ്ലസ് NO2 പ്ലസ് O2 എന്നായിരിക്കും ഇക്വേഷൻ വരിക. ഓക്കെ, MgO പ്ലസ് NO2 പ്ലസ് O2 എന്നാണ് ഇക്വേഷൻ വരുന്നത്. അപ്പോൾ അതായത് MgNO3 പോലെയുള്ള അതായത് ഏതെങ്കിലും ഒരു ആൽക്കലൈൻ എർത്ത് മെറ്റൽ നൈട്രേറ്റ് ഓക്കെ ഡീകമ്പോസ് ചെയ്യുകയാണെങ്കിൽ അവരുടെ ഓക്സൈഡും നൈട്രജൻ ഡയോക്സൈഡും അതേപോലെ തന്നെ ഓക്സിജനും ഫോം ചെയ്യുന്നുണ്ട്. എന്നാൽ ലിഥിയത്തിൻ്റെ കേസിൽ ഇതേപോലെയല്ല. ലിഥിയത്തിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ അവർ തെർമലി സ്റ്റേബിൾ അല്ല. അവർ ഉടനെ തന്നെ ഡീകമ്പോസ് ചെയ്തിട്ട് എന്തുണ്ടാവും, ലിഥിയത്തിൻ്റെ ഓക്സൈഡും നൈട്രജൻ ഡയോക്സൈഡും ഓക്സിജനായിട്ട് മാറും. ഓക്കെ, ദെൻ ഇതിൻ്റെ കേസിലാണെങ്കിൽ ആൽക്കലി മെറ്റൽസിൻ്റെ നൈട്രേറ്റുകൾ നോക്കുമ്പോൾ ലിഥിയം നൈട്രേറ്റ് ഒഴികെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ തന്നെ സ്റ്റേബിൾ ആയിട്ടുള്ള ആൾക്കാരാണ്. അവരെ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഫോം ചെയ്യുന്നത് നൈട്രൈറ്റ് ആണ്,
സോഡിയം നൈട്രേറ്റ് ഡീകമ്പോസ് ചെയ്ത് അവിടെ ഫോം ചെയ്തേക്കുന്നത് സോഡിയം നൈട്രൈറ്റ് പ്ലസ് ഓക്സിജൻ എന്നായിരിക്കും ഫോം ചെയ്യുക. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ സോൾട്സ് ഓഫ് ഓക്സോ ആസിഡ്സ് ഓഫ് ആൽക്കലി ആൻഡ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസിലെ നൈട്രേറ്റ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ വരുന്നത്. ഓക്കെ, നൈട്രേറ്റ്സ്. ഇനി നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് സൾഫേറ്റുകളെ കുറിച്ചാണ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള സൾഫേറ്റുകൾ. സൾഫേറ്റുകളിൽ പ്രധാനമായിട്ടും 2 ടൈപ്പ് സൾഫേറ്റ് ആണ് വരുന്നത്. ഒന്ന് M2SO4 ടൈപ്പും 2 MSO4ഉം, അതായത് ആൽക്കലി മെറ്റൽ ഫോം ചെയ്യുന്നതും ആൽക്കലൈൻ എർത്ത് മെറ്റൽ ഫോം ചെയ്യുന്നതുമായിട്ടുള്ള 2 തരത്തിലുള്ള സൾഫേറ്റുകൾ. ഓക്കെ, ആൽക്കലി മെറ്റലും ആൽക്കലൈൻ എർത്ത് മെറ്റലും ഫോം ചെയ്യുന്ന 2 സൾഫേറ്റുകൾ. M2SO4 എന്ന് പറഞ്ഞാൽ ആൽക്കലി മെറ്റലും MSO4 എന്ന് പറഞ്ഞാൽ ആൽക്കലൈൻ എർത്ത് മെറ്റലും ഫോം ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് നോക്കി നോക്കാം, ഫോർമുലയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിലത്തെ ആദ്യം M2SO4 എന്ന് പറയുമ്പോൾ അതിൻ്റെ എക്സാമ്പിൾ ലിഥിയം സൾഫേറ്റ് Li2SO4, ദെൻ sodium sulfate Na2SO4, then potassium sulfate K2SO4, then Rb2SO4, then CS2SO4. ഇതൊക്കെയാണ് ആൽക്കലി മെറ്റൽസ് ഫോം ചെയ്യുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള സൾഫേറ്റുകൾ. ഇനി ആൽക്കലൈൻ എർത്ത് മെറ്റൽ ഫോം ചെയ്യുന്ന സൾഫേറ്റുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബെർലിയം സൾഫേറ്റ്, ദെൻ മെഗ്നീഷ്യം സൾഫേറ്റ്, ദെൻ കാൽഷ്യം സൾഫേറ്റ്, ദെൻ സ്ട്രോൺഷ്യം സൾഫേറ്റ്, ഫൈനലി ബാരിയം സൾഫേറ്റ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള സൾഫേറ്റുകൾ ആൽക്കലി മെറ്റൽസും ആൽക്കലൈൻ എർത്ത് മെറ്റൽസും ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലത്ത് നമുക്ക് ഒന്നാമത്തെ പോയിന്റ് നോക്കാം. ഇവരുടെ അയോണിക് പ്രോപ്പർട്ടിയും അതേപോലെ തന്നെ തെർമൽ സ്റ്റെബിലിറ്റി. അയോണിക് പ്രോപ്പർട്ടി, തെർമൽ സ്റ്റെബിലിറ്റി. അയോണിക് പ്രോപ്പർട്ടി, തെർമൽ സ്റ്റെബിലിറ്റി തമ്മിലുള്ള റിലേഷൻ, അയോണിക് പ്രോപ്പർട്ടി കൂടുതലാണെങ്കിൽ അവരുടെ തെർമൽ സ്റ്റെബിലിറ്റിയും കൂടുതലായിരിക്കും. ഓക്കെ, അയോണിക് പ്രോപ്പർട്ടി കൂടുതലുള്ള ആളുകൾക്ക് തെർമൽ സ്റ്റെബിലിറ്റിയും കൂടുതലായിരിക്കും. ഇപ്പോൾ ആൽക്കലി മെറ്റൽസിന്റെ കേസിൽ നോക്കുമ്പോൾ ലിഥിയം സൾഫേറ്റും അതേപോലെ സീഷ്യം സൾഫേറ്റും നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അയോണിക് പ്രോപ്പർട്ടി കാണിക്കുന്നത് സീഷ്യം സൾഫേറ്റ് ആണ്. ഓക്കെ, സീഷ്യം സൾഫേറ്റ് ആണ് ഏറ്റവും കൂടുതൽ അയോണിക് ആയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അവൻ്റെ തെർമൽ സ്റ്റെബിലിറ്റിയും കൂടുതലായിരിക്കും. ഇതേപോലെ തന്നെയാണ് ബെർലിയം സൾഫേറ്റിൻ്റെ മുതൽ തുടങ്ങി ബാരിയം സൾഫേറ്റ് വരുന്നത്. ബെർലിയം സൾഫേറ്റിനേക്കാളും അയോണിക് പ്രോപ്പർട്ടീസ്, അതായത് അയോണിക് സ്ട്രെങ്ത് കൂടുതലായിരിക്കും മെഗ്നീഷ്യം സൾഫേറ്റിന്. അതിനേക്കാൾ കൂടുതലായിരിക്കും കാൽഷ്യം, സ്ട്രോൺഷ്യം, ബാരിയം സൾഫേറ്റിന്. ഓക്കെ, അപ്പോൾ ബാരിയം സൾഫേറ്റിന്റെ അയോണിക് ബോണ്ട് സ്ട്രോങ് ആണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവരുടെ തെർമൽ സ്റ്റെബിലിറ്റിയും കൂടുതലാണ്. സോ അയോണിക് പ്രോപ്പർട്ടീസും അതേപോലെ തന്നെ തെർമൽ സ്റ്റെബിലിറ്റിയും റിലേറ്റ് ചെയ്തിരിക്കുന്നു. അയോണിക് പ്രോപ്പർട്ടീസ് കൂടുതലാണെങ്കിൽ തെർമൽ സ്റ്റെബിലിറ്റിയും കൂടുതലായിരിക്കും. രണ്ടും ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണെന്ന് നമുക്ക് പറയാം. ഓക്കെ, ദെൻ സൾഫേറ്റുകളുടെയൊക്കെ ഒരുപാട് റിയാക്ഷൻസ് ഉണ്ട്. ഞാനൊരു ഓർഡർ ഇവിടെ പറഞ്ഞു. നിങ്ങൾ നോക്കുക, ഇതിൽ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ചാപ്റ്ററിൽ ഇപ്പോൾ ഒരുപാട് തരത്തിലുള്ള ഇങ്ങനത്തെ ഓർഡറുകൾ പറഞ്ഞു. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഇങ്ങനത്തെ ഓർഡർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് വളരെ എക്സാമിനേഷന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു പുസ്തകത്തിൻ്റെ ഒരു ഭാഗം എടുത്ത് നിങ്ങളുടെ കെമിസ്ട്രി നോട്ടിൻ്റെ ഒരു ഭാഗം എടുത്തിട്ട് ആ ഭാഗത്ത് ഇതൊക്കെ ഒരുമിച്ച് എഴുതി വെക്കുക. ഈ ഓർഡർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുമിച്ച് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും അത് റീകളക്ട് ചെയ്യാൻ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾക്കത് വായിച്ച് നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, അത് ഓർമ്മിച്ച് വെക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു നോട്ട് ഉണ്ടാക്കി തയ്യാറാക്കി വെക്കുക. അപ്പോൾ ഇതിൽ നമ്മൾ അയോണിക് പ്രോപ്പർട്ടീസും തെർമൽ സ്റ്റെബിലിറ്റിയുടെയും ഓർഡർ പറഞ്ഞു. ഇനി അടുത്തതായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് സൾഫേറ്റുകൾ കാർബണുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്. സൾഫേറ്റുകളുടെ കാർബണുമായിട്ടുള്ള റിയാക്ഷൻ. M2SO4, ഓക്കെ, ലിഥിയം സൾഫേറ്റോ അല്ലെങ്കിൽ സോഡിയം സൾഫേറ്റോ ഏതുമാവട്ടെ, ഒരു സൾഫേറ്റ് കാർബണുമായിട്ട് റിയാക്ട് ചെയ്യാണ്. +4C ഗീവ്സ് M2S. അപ്പോൾ അവിടെ ഫോം ചെയ്യുന്ന മെറ്റൽ സൾഫൈഡ് ആണ്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ എടുക്കുന്നത് സോഡിയം സൾഫേറ്റ് ആണെന്ന് വിചാരിക്കുക. Na2SO4 +4C കാർബണുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. എന്നിട്ട് അവിടെ ഫോം ചെയ്യുന്നത് Na2S സോഡിയം സൾഫൈഡ് +4CO കാർബൺ മോണോക്സൈഡ്. ഇങ്ങനെയാണ് റിയാക്ഷൻ വരിക. അപ്പോൾ സോഡിയം സൾഫേറ്റ് കാർബണുമായിട്ട് റിയാക്ട് ചെയ്ത് അവിടെ ഫോം ചെയ്യുന്നത് സോഡിയം സൾഫൈഡ് പ്ലസ് കാർബൺ മോണോക്സൈഡ് എന്നാണ്. ഇനി അടുത്ത പോയിന്റ് നോക്കൂടെ, ആൽക്കലി മെറ്റൽസ് ഫോംസ് ആലം. ഓക്കെ, അപ്പോൾ എനിക്കിവിടെ നിങ്ങളോട് പറയാനുള്ളത് എന്താണ് ആലം എന്നുള്ളതിനെ കുറിച്ചാണ്. ഓക്കെ, ആലം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ നിങ്ങൾ ഉണ്ടാക്കി വെക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ആലം എന്താണ് എന്നുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കിക്കോളൂ, ആലംസ്. ആലം എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് ഒരു എക്സാമ്പിൾ പറയാം, പൊട്ടാഷ് ആലം.
പൊട്ടാഷ് ആലം. പൊട്ടാഷ് ആലത്തിൻ്റെ ഫോർമുല K2SO4 ഡോട്ട് Al2SO4 ത്രൈസ് ഡോട്ട് 24 H2O. ഇതാണ് പൊട്ടാഷ് ആലം. ഓക്കെ, അപ്പോൾ പൊട്ടാഷ് ആലത്തിൻ്റെ ഫോർമുലയിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാവുന്ന ഒരു കാര്യം, ആദ്യം വന്നിരിക്കുന്നത് പൊട്ടാസ്യത്തിൻ്റെ സോൾട്ടാണ്, പൊട്ടാസ്യം K+1. രണ്ടാമത് വന്നിരിക്കുന്നത് അലുമിനിയത്തിൻ്റെ സോൾട്ടാണ് Al3+. ഓക്കെ, ഇതാണ് പൊട്ടാഷ് ആലം. ഇനി ഞാൻ നിങ്ങൾക്ക് വേറൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ക്രോം ആലം കാണിച്ചു തരാം. ക്രോം ആലം, ക്രോം ആലത്തിൻ്റെ ഫോർമുല K2SO4 ഡോട്ട് Cr2SO4 ത്രൈസ് ഡോട്ട് 24 H2O. ഇതിൽ നിങ്ങൾ നോക്കി നോക്കിയാൽ ഇതിൽ ആദ്യം വന്നിരിക്കുന്നത് പൊട്ടാസ്യം അയോൺ K+1. ഓക്കെ, ദെൻ അടുത്തത് വന്നിരിക്കുന്നത് Cr3+, ക്രോമിയം അയോൺ. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ആലത്തിന് അടുത്തൊരു എക്സാമ്പിൾ അമോണിയം ആലം. അമോണിയ ആലത്തിന് എക്സാമ്പിളാണ് NH4 ട്വൈസ് SO4 ഡോട്ട് Al2SO4 ത്രൈസ് ഡോട്ട് 24 H2O. ഓക്കെ, ഇതിൽ വന്നേക്കണ അയോണുകൾ ഏതൊക്കെയാണെന്ന് നോക്കൂ. 1 NH4+, 2 Al3+. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഞാനൊരു ജനറൽ ആയിട്ടുള്ള ഒരു പോയിന്റ് പറയാണ്. അതായത് ഇവിടെ എല്ലാ കേസുകളിലും ഒന്നാമത്തെ അയോൺ എന്ന് പറയുന്നത് മോണോവാലൻ്റ് ആണ്. ഓക്കെ, ഒന്നാമത്തെ അയോൺ എന്ന് പറയുന്നത് ഒരു മോണോവാലൻ്റ് ആയിരിക്കും. രണ്ടാമത്തെ അയോൺ എന്ന് പറയുന്നത് ഒരു ട്രൈവാലൻ്റ് ആയിട്ടുള്ള അയോണാണ്. ഒന്നാമത്തെ ഒരു മോണോവാലൻ്റ് അയോണും രണ്ടാമത്തെ ഒരു ട്രൈവാലൻ്റും ആണ്. നോക്കൂ, K+1 Al3+. ഇവിടെയും K+1 ഇത് മോണോവാലൻ്റ്, ഓക്കെ, ഇത് ട്രൈവാലൻ്റ്. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ വരുമ്പോൾ അമോണിയം ആലത്തിൻ്റെ കേസിൽ ആദ്യം അമോണിയം അയോൺ ആണ് വന്നിരിക്കുന്നത്. അമോണിയം അയോൺ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് മോണോവാലൻ്റ്. Al3+ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ട്രൈവാലൻ്റ്. ഓക്കെ, അപ്പോൾ ഈ കണ്ടീഷനുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാവുന്ന പൊതുവായ പോയിന്റ് എന്ന് പറയുന്നത് ഫസ്റ്റത്തെ അയോൺ എന്ന് പറയുന്നത് മോണോവാലൻറ്റും രണ്ടാമത്തെ അയോൺ എന്ന് പറയുന്നത് ട്രൈവാലൻറ്റും ആയിരിക്കും. ഓക്കെ, ആദ്യത്തെ അയോൺ എന്ന് പറയുന്നത് മോണോവാലൻറ്റും രണ്ടാമത്തെ അയോൺ എന്ന് പറയുന്നത് എന്തുമായിരിക്കും? ട്രൈവാലൻ്റ് ആയിട്ടുള്ള അയോണുമായിരിക്കും. ഇതാണ് ആലത്തെക്കുറിച്ച് പറയാനുള്ള ആദ്യത്തെ പോയിന്റ്. പിന്നെ ആലത്തിലൊക്കെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇവിടെ 24 വാട്ടർ മോളിക്യൂൾസ് ഹൈഡ്രേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഈ 24 വാട്ടർ മോളിക്യൂൾസ് ഹൈഡ്രേറ്റ് ചെയ്തിരിക്കുന്നതിന് ഒരു പാറ്റേണിന് ഒരു വ്യത്യാസമുണ്ട്. ഇതിലത്തെ 6 വാട്ടർ മോളിക്യൂൾസ് ഹൈഡ്രേറ്റ് ചെയ്തിട്ടുള്ളത് ഒന്നാമത്തെ അയോൺ ആയിട്ടുള്ള മോണോവാലൻ്റ് അയോണിൻ്റെ കൂടിയായിരിക്കും. മോണോവാലൻ്റ് ആയിട്ടുള്ള അയോണിനോടായിരിക്കും 6 വാട്ടർ മോളിക്യൂൾസ് ഹൈഡ്രേറ്റ് ചെയ്തിട്ടുണ്ടാവുക. ബാക്കി അടുത്ത 6 വാട്ടർ മോളിക്യൂൾസ് എന്ന് പറയുന്നത് ട്രൈവാലൻ്റ് ആയിട്ടുള്ള അയോണിലേക്കായിരിക്കും ഹൈഡ്രേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഒരു അയോൺ, ആദ്യത്തെ മോണോവാലൻ്റ് ആയിട്ടുള്ള ആളോട് 6 വാട്ടർ മോളിക്യൂൾസും ട്രൈവാലൻ്റ് ആയിട്ടുള്ള ആളോട് അടുത്ത 6 വാട്ടർ മോളിക്യൂൾസും, ഇനി അത് കഴിഞ്ഞാൽ ബാക്കി വരുന്ന 12 വാട്ടർ മോളിക്യൂൾസ് ഹൈഡ്രേറ്റ് ചെയ്തിട്ടുള്ളത് SO4 ഓക്കെ, അതായത് സൾഫേറ്റ് അയോണിനോട് കൂടിയായിരിക്കും. സൾഫേറ്റ് അയോണിനോട് കൂടിയായിരിക്കും ബാക്കി വരുന്ന 12 വാട്ടർ മോളിക്യൂൾസും ഹൈഡ്രേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന ആലംസ് ഫോം ചെയ്യുന്നത് പ്രധാനമായിട്ടും ആരായിരിക്കും? ആൽക്കലി മെറ്റൽസ് ആണ് ഫോം ചെയ്യുന്നത്. ഓക്കെ, ആൽക്കലി മെറ്റൽസ് ആണ്. ഈ എക്സാമ്പിൾ കണ്ടു പൊട്ടാസ്യം ഫോം ചെയ്യുന്ന പൊട്ടാഷ് ആലം, ക്രോം ആലാണെങ്കിലും അതിൽ പൊട്ടാസ്യം ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ചോദ്യം വരുന്നത് ലിഥിയം ഫോംസ് എൻ ആലം. ഓക്കെ, ലിഥിയത്തിന് ഒരു ആലം ഫോം ചെയ്യാനായിട്ട് സാധിക്കുമോ? ഇല്ല. കാരണം ലിഥിയത്തിൻ്റെ സൈസ് എന്ന് പറയുമ്പോൾ വളരെ സ്മോൾ ആയിട്ടുള്ള സൈസാണ്, വളരെ ചെറിയ സൈസ് ആയതുകൊണ്ട് ഇത്രയും ലാർജ് ക്രിസ്റ്റൽ സ്ട്രക്ചറുള്ള ആലത്തിനെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒരു സൈസോ പ്രാപ്തിയോ ആർക്കില്ല? ലിഥിയം പ്ലസ് അയോണുകൾക്ക്, Li+ അയോണുകൾക്കില്ല. അതുകൊണ്ട് ഒരിക്കലും Li+ അയോണുകൾ എന്ത് ഫോം ചെയ്യുന്നില്ല? ആലം ഫോം ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ അതാണ് സംഭവം. പിന്നെ ഇപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞ് കുറേ നേരമായി പറയുന്നു. അപ്പോൾ എന്താണ് ഈ ആലം? എന്തിനു വേണ്ടിയിട്ടാണ് ആലം ഉപയോഗിക്കുന്നത്? ആലം പ്രധാനമായിട്ട് 2 കാര്യങ്ങൾക്കാണ്. ഒന്ന് വാട്ടർ പ്യൂരിഫിക്കേഷൻ.
നമ്മുടെ കിണറിലെ വെള്ളമൊക്കെ ഡേർട്ടായി കിടക്കുന്ന സമയത്ത് നമ്മളതിലേക്ക് ആലം വിതറാറുണ്ട്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതിലത്തെ മഡൊക്കെ താഴെ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. നമുക്കറിയാം ഡേർട്ട് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഡി വാട്ടർ എന്ന് പറഞ്ഞാൽ അതൊരു കൊളോയിഡാണ്. മഡി വാട്ടർ എന്ന് പറഞ്ഞാൽ കൊളോയിഡാണ്. ആ കൊളോയിഡിനെ മുഴുവൻ പ്രിസിപ്പിറ്റേറ്റ് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ആലം ഉപയോഗിക്കുന്നത്. കൊളോയിഡിനെ പ്രിസിപ്പിറ്റേറ്റ് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ എന്ത് ഉപയോഗിച്ചിരിക്കുന്നത്? ആലം ഉപയോഗിക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ ആലം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രെസിപ്പിറ്റേഷൻ റിയാക്ഷൻ നടത്താൻ പറ്റും, അതായത് വാട്ടർ പ്യൂരിഫിക്കേഷൻ നടക്കും. പിന്നെ അതേപോലെ തന്നെ ആലത്തിൻ്റെ മറ്റൊരു ഉപയോഗം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ മോർഡൻറ്റ്. ഓക്കെ, ഒരു മോർഡൻ്റ് ആയിട്ട് നമ്മളിത് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, മോർഡൻറ്റ് ഇൻ ഡൈ ഇൻഡസ്ട്രി. ഓക്കെ, ഇതൊരു മോർഡൻ്റ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. മോർഡൻറ്റ് ഇൻ ഡൈ ഇൻഡസ്ട്രി. ഓക്കെ, ചായങ്ങളൊക്കെ നിർമ്മിക്കുന്ന സമയത്ത് അവിടെ മോർഡൻ്റ് ആയിട്ട് ഉപയോഗിക്കും. മോർഡൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചായത്തിനൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കാനുള്ള ഒരു വെറ്റിംഗ് പ്രോപ്പർട്ടി ഉണ്ടല്ലോ, വെറ്റബിൾ പ്രോപ്പർട്ടി ഉണ്ടല്ലോ, ആ പ്രോപ്പർട്ടി വരുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന സബ്സ്റ്റാൻസുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് മോർഡൻ്റ്. ഓക്കെ, സോ ഇതൊരു മോർഡൻ്റ് ആയിട്ട് ഉപയോഗിക്കുമെന്ന് പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇത്രയാണ് നമുക്ക് ആലത്തിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് വീണ്ടും തിരിച്ച് നമ്മുടെ പോയിന്റുകളിലേക്ക് തന്നെ തിരിച്ചു വരാം. ഓക്കെ, നമ്മളിവിടെയായിരുന്നു പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് ഈ പോയിന്റ് വരെയായിരുന്നു. അതായത് ലാസ്റ്റ് നമ്മൾ പറഞ്ഞു ആൽക്കലി മെറ്റൽസ് ഫോംസ് ആലം. ആൽക്കലി മെറ്റൽസിന് ആലം ഫോം ചെയ്യാനുള്ള കഴിവുണ്ട്. അതിൽ ഏതൊക്കെയാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആലം എന്ന് നമ്മളിപ്പോൾ കണ്ടു. ഓക്കെ, ഇനി നമുക്ക് അടുത്തതിലേക്ക് വരാം, അടുത്ത പോയിന്റിലേക്ക് വരാം. ഓക്കെ, ഇവരുടെ സൾഫേറ്റിൻ്റെ സോലുബിലിറ്റിയുടെ ഓർഡർ. നേരത്തെ നമ്മൾ കാർബണേറ്റുകളുടെ സോലുബിലിറ്റിയുടെ ഓർഡർ പറഞ്ഞിരുന്നു. ഓക്കെ, നൈട്രേറ്റിൻ്റെ കേസിൽ നമ്മൾ നോക്കിയിരുന്നു. ഇനി അടുത്ത് നമ്മൾ സൾഫേറ്റുകളുടെ കേസിൽ നോക്കാൻ പോവുകയാണ്. എങ്ങനെയാണ് ഇവരുടെ സോലുബിലിറ്റിയുടെ ഓർഡർ വരുന്നത്? സൾഫേറ്റുകളുടെ സോലുബിലിറ്റിയുടെ ഓർഡർ എങ്ങനെയായിരിക്കും? ഇവിടെ നോക്കൂ, ലിഥിയം സൾഫേറ്റ്, സോഡിയം സൾഫേറ്റ്, പൊട്ടാസ്യം സൾഫേറ്റ്, റുബീഡിയം സൾഫേറ്റ്, സീഷ്യം സൾഫേറ്റ്. ഓക്കെ, ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സൾഫേറ്റുകൾ വരുന്നുണ്ട്. ഈ സൾഫേറ്റുകളിൽ ഏറ്റവും കൂടുതൽ സോലുബിൾ ആയിട്ടുള്ളത് ലിഥിയം സൾഫേറ്റും ലീസ്റ്റ് സോലുബിൾ ആയിട്ടുള്ളത് സീഷ്യം സൾഫേറ്റും ആയിരിക്കും. സോ സോലുബിലിറ്റിയുടെ ഓർഡർ നോക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് വരുന്നത്. ലീസ്റ്റ് സോലുബിൾ ആയിട്ടുള്ളത് ലിഥിയം സൾഫേറ്റും മോസ്റ്റ് സോലുബിൾ ആയിട്ടുള്ളത് സീഷ്യം സൾഫേറ്റും. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് സോലുബിലിറ്റി ലിഥിയം സൾഫേറ്റിന് കൂടുതലായിരിക്കുന്നത്? അവൻ്റെ ഹൈഡ്രേഷൻ എൻതാൽപ്പി കൂടുതലായതുകൊണ്ട്. എന്തുകൊണ്ടാണ് ബെർലിയം സൾഫേറ്റിന് സോലുബിലിറ്റി കൂടുതലായിരിക്കുന്നത്? അവൻ്റെ ഹൈഡ്രേഷൻ എൻതാൽപ്പി കൂടുതലായതുകൊണ്ട്. സോ ഹൈഡ്രേഷൻ എൻതാൽപ്പി ഈസ് എ ഫാക്ടർ. ഓക്കെ, എന്തിനു വേണ്ടിയിട്ട്? സോലുബിലിറ്റി കൂടുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, ഇൻക്രീസിങ് സോലുബിലിറ്റിയുടെ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഹൈഡ്രേഷൻ എൻതാൽപ്പിയാണ്. ഹൈഡ്രേഷൻ എൻതാൽപ്പി കൂടുതലാണെന്നുണ്ടെങ്കിൽ, ലാറ്റിസ് എൻതാൽപ്പി കുറവാണെന്നുണ്ടെങ്കിൽ സോലുബിലിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ നോക്കൂ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ സോലുബിലിറ്റിയുടെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് സോലുബിലിറ്റി പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് കുറച്ച് എക്സാമ്പിൾസ് ഒന്ന് നോക്കി നോക്കാം. സം അതർ സോലുബിലിറ്റി ട്രെൻഡ്സ്. ഓക്കെ, സോലുബിലിറ്റിയിലെ ചില ട്രെൻഡുകളാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ കാണിച്ചിരിക്കുന്നത് ഒന്നാമത്തെ ആൽക്കലി മെറ്റൽസിൻ്റെ പെർക്ലോറേറ്റുകളാണ്. ഓക്കെ, പെർക്ലോറേറ്റ് എന്ന് പറയുമ്പോൾ HClO4. ഓക്കെ, HClO4 എന്ന് പറഞ്ഞാൽ പെർക്ലോറിക് ആസിഡ് എന്നാണ് വിളിക്കുക. പെർക്ലോറിക് ആസിഡ് HClO4 പെർക്ലോറിക് ആസിഡ്. ഈ പെർക്ലോറിക് ആസിഡുകളിൽ നിന്ന് ഫോം ചെയ്യുന്ന കോമ്പൗണ്ടാണ് ലിഥിയം പെർക്ലോറേറ്റ്, LiClO4. ഈ കോമ്പൗണ്ടിനെ വിളിക്കുന്ന പേര് ലിഥിയം പെർക്ലോറേറ്റ്. ലിഥിയം പെർക്ലോറേറ്റ് മുതൽ തുടങ്ങി സീഷ്യം പെർക്ലോറേറ്റ് വരെയുള്ള ആൾക്കാർ കൊടുത്തിട്ടുണ്ട്. ഇതിൽ മോസ്റ്റ് സോലുബിൾ ആയിട്ടുള്ള ആൾ ആരാണെന്നും ലീസ്റ്റ് സോലുബിൾ ആയിട്ടുള്ള ആൾ ആരാണെന്നും നമ്മൾ നോക്കണം. ഓക്കെ, അപ്പോൾ ഇതിലത്തെ ഏറ്റവും ആദ്യം ലിഥിയം പെർക്ലോറേറ്റ് നോക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ നിങ്ങൾക്ക് സോലുബിലിറ്റിയുടെ ടേം പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ട്രിക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാണ്. നോക്കിക്കോളൂ, എങ്ങനെയാണ് സോലുബിലിറ്റി നമുക്ക് പഠിക്കാൻ എളുപ്പത്തിൽ സാധിക്കുക. ഇവിടെ നോക്കുക, നിങ്ങൾ ഈ ആറ്റത്തിൻ്റെ കാറ്റയോണിൻ്റെയും ആനയോണിൻ്റെയും സൈസ് നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുക. ഇവിടുത്തെ കാറ്റയോണിൻ്റെയും ആനയോണിൻ്റെയും സൈസ് നോക്കുക. ഇവിടെ കാറ്റയോൺ എന്ന് പറയുമ്പോൾ അത് Li+ഉം ആനയോൺ എന്ന് പറയുമ്പോൾ ClO4- ClO4-. ഇതിലത്തെ Li+ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം അതൊരു സ്മോളസ്റ്റ് സൈസുള്ള കാറ്റയോൺ ആണ്, സ്മോൾ സൈസുള്ള കാറ്റയോണും. ClO4 എന്ന് പറയുന്നത് ഒരു ലാർജ് ആയിട്ടുള്ള ആനയോണുമാണ്. ഓക്കെ, ഒരു ലാർജ് ആയിട്ടുള്ള ആനയോണുമാണ്. ഇനി സീഷ്യം പെർക്ലോറേറ്റിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സീഷ്യം CS+ എന്ന് പറയുന്നത് ഒരു ലാർജ് ആയിട്ടുള്ള കാറ്റയോൺ ആണ്. പെർക്ലോറേറ്റ് എന്ന് പറയുന്നത് ഒരു ലാർജ് ആയിട്ടുള്ള ആനയോൺ ആണ്. ഓക്കെ, അവിടെ ഇരിക്കട്ടെ ഏട്ടാ, ഞാൻ പറയാം, ട്രിക്കിലേക്ക് വരാം. അതിനു മുമ്പ് ഇതുപോലെ ഒന്ന് എഴുതി നോക്കാം. സോഡിയം അയഡൈഡിൻ്റെ കേസിൽ നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം സോഡിയം എന്ന് പറയുമ്പോൾ ഒരു സ്മോൾ ആയിട്ടുള്ള കാറ്റയോൺ ആണ്. ആരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ
അയോഡിനെ വെച്ച് നോക്കുമ്പോൾ അയോഡിൻ്റെ സൈസ് വളരെ കൂടുതലാണ്. അപ്പോൾ അയോഡിൻ്റെ സൈസ് ലാർജ് ആണ്. അപ്പോൾ Na+ന് സ്മോൾ ആയിട്ടുള്ള സൈസും I- ലാർജ് ആയിട്ടുള്ള ആളുമാണ്. അതേപോലെ സീഷ്യം അയഡൈഡ് നോക്കുമ്പോൾ സീഷ്യം പ്ലസ് എന്ന് പറയുന്നത് ലാർജ് ആയിട്ടുള്ള ആളാണ്. അയോഡൈഡ് മൈനസ് അയോഡൈഡ് എന്ന് പറയുന്നത് അയോഡിൻ മൈനസ് അയോഡൈഡ്, ഓക്കെ, അയോഡൈഡ് അയോണും ഇവിടെ ലാർജ് ആയിട്ടുള്ള ആളാണ്. ഓക്കെ, അതേപോലെ ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്കൂ, ലിഥിയം ഫ്ലൂറൈഡ്. ഓക്കെ, ഈ ലിഥിയം ഫ്ലൂറൈഡ് നോക്കുമ്പോൾ Li+ അയോണുകൾ സ്മോൾ ആണ്. ഓക്കെ, ഫ്ലൂറൈഡ് സ്മോൾ ആണ്, ഫ്ലൂറിൻ സ്മോൾ ആണ്. ഓക്കെ, ദെൻ സീഷ്യം ഫ്ലൂറൈഡ് നോക്കുമ്പോൾ സീഷ്യം ലാർജ് ആണ്, ഫ്ലൂറിൻ സ്മോൾ ആണ്. ഓക്കെ, ദെൻ ഇനി അടുത്ത എക്സാമ്പിളിലേക്ക് നോക്കാം. അടുത്ത എക്സാമ്പിളിൽ ബെർലിയം ഹൈഡ്രോക്സൈഡ്. ബെർലിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുമ്പോൾ ബെർലിയം സ്മോൾ ആണ്. ഓക്കെ, ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നതും സ്മോൾ ആണ്. ഓക്കെ, ദെൻ ഇവിടെ വരുമ്പോൾ ബാരിയം ഹൈഡ്രോക്സൈഡ്. ബാരിയം ഹൈഡ്രോക്സൈഡിലെ ബാരിയം എന്ന് പറയുന്നത് ലാർജ് സൈസുള്ള ആളാണ്, ഹൈഡ്രോക്സൈഡ് സ്മോൾ ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ എല്ലാത്തിൻ്റെയും കേസിൽ ഇങ്ങനെ സ്മോള് ലാർജ് എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ എഴുതി വെച്ചു. അപ്പോൾ ഇതിൽ നോക്കുക, സോലുബിലിറ്റിയുടെ ഓർഡർ എഴുതിയാൽ ഏറ്റവും കൂടുതൽ സോലുബിൾ ആയിട്ടുള്ളത് ഇതിൽ വരുന്നത് ലിഥിയം പെർക്ലോറേറ്റ് ആണ്. അതായത് ഒരെണ്ണം സ്മോളും ഒരെണ്ണം ലാർജും വരുമ്പോൾ സോലുബിലിറ്റി കൂടുതലായിരിക്കും. ഓക്കെ, രണ്ടും ലാർജ് വരുന്ന സമയത്ത് സോലുബിലിറ്റി കുറവായിരിക്കും. ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കി നോക്കിയാൽ, രണ്ടാമത്തെ എക്സാമ്പിളിൽ ഒരെണ്ണം സ്മോളും ഒരെണ്ണം ലാർജും ആണ്, ഒരെണ്ണം സ്മോളും ഒരെണ്ണം ലാർജും ആണ്. അപ്പോൾ NaI എന്ന് പറയുന്നതിൻ്റെ സോലുബിലിറ്റി കൂടുതലാണ്. രണ്ടും ലാർജ് വരുന്ന സമയത്ത് സോലുബിലിറ്റി കുറവാണ്. കണ്ടോ, സോലുബിലിറ്റിയുടെ ഓർഡർ നോക്കൂ, ഇവിടെ കുറവും ഇവിടെ കൂടുതലാണ്. ഇനി അടുത്തത് ലിഥിയം ഫ്ലൂറൈഡ് മുതൽ സീഷ്യം ഫ്ലൂറൈഡ് വരെ വരുമ്പോൾ ലിഥിയം ഫ്ലൂറൈഡിൻ്റെ കേസിൽ സോലുബിലിറ്റി കുറവാണ്, കാരണം രണ്ടും സ്മോൾ വന്നു. അപ്പോൾ രണ്ടും ആനയോണും കാറ്റയോണും സ്മോൾ ആവുമ്പോഴോ അല്ലെങ്കിൽ ആനയോണും കാറ്റയോണും ലാർജ് ആവുമ്പോഴോ അവരുടെ സോലുബിലിറ്റി കുറവായിരിക്കും. കാരണം ആനയോണും കാറ്റയോണും രണ്ടും സ്മോൾ എന്ന് വരികയാണെങ്കിൽ അവരുടെ ലാറ്റിസ് എനർജിയുടെ വാല്യൂ കൂടുതലായിരിക്കും. ഓക്കെ, ആനയോണും കാറ്റയോണും ലാർജ് വരികയാണെങ്കിൽ അവരുടെ ലാറ്റിസ് എനർജിയുടെ വാല്യൂ എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. മനസ്സിലായോ? ഈ രണ്ട് കണ്ടീഷനിലും ലാറ്റിസ് എനർജിയുടെ വാല്യൂ കൂടുതലായിരിക്കും. സോ ഹൈഡ്രേഷൻ എൻതാൽപ്പിയുടെ വാല്യൂ കുറവായിരിക്കും, അവരുടെ സോലുബിലിറ്റി കുറവായിരിക്കും. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു കോമ്പൗണ്ട് തന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് സ്മോൾ ആണോ, സ്മോൾ ലാർജ് ആണോ, ലാർജ് ആണോ, ലാർജ് സ്മോൾ ആണോ എന്നുള്ള 4 കണ്ടീഷനുകളിൽ ഏതാണെന്ന് നോക്കിയാൽ മതി. അത് നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് പറയാം സോലുബിലിറ്റി കൂടുതലാണോ കുറവാണോ എന്ന്. ഇപ്പോൾ ഈ ബെർലിയം ഹൈഡ്രോക്സൈഡ് നോക്കുക, ബെർലിയം ഹൈഡ്രോക്സൈഡ് നോക്കുമ്പോൾ ബെർലിയം ഹൈഡ്രോക്സൈഡിൽ ഇത് രണ്ടും സ്മോളാണ് വരുന്നത്. അപ്പോൾ രണ്ടും സ്മോൾ വരുമ്പോൾ സോലുബിലിറ്റി കുറവാണ്. കണ്ടോ, ഇവിടെ വരുമ്പോൾ ഒരെണ്ണം ലാർജും ഒരെണ്ണം സ്മോൾ വരുന്നത് സോലുബിലിറ്റി കൂടുതലാണ്. അപ്പോൾ സോലുബിലിറ്റി നോക്കാനായിട്ട് നിങ്ങൾക്ക് ഇങ്ങനൊരു ട്രിക്ക് ഉപയോഗിച്ച് നോക്കാമെന്ന്. അതായത് സ്മോൾ ലാർജ് സ്മോൾ ലാർജ് ഇത് വയലേറ്റ് ചെയ്യുന്ന ചില കണ്ടീഷനുകളൊക്കെ ഉണ്ട്. എന്നാലും മെജോറിറ്റി കേസുകളിലും നമുക്ക് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അത് വെച്ചിട്ട് നമുക്ക് സോലുബിലിറ്റിയുടെ കണ്ടീഷൻ നമുക്ക് പഠിച്ചു വെക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് വരാം. അടുത്തത് അനോമലസ് പ്രോപ്പർട്ടീസ് ഓഫ് ലിഥിയം ആൻഡ് ബെർലിയം. ആദ്യം നമ്മൾ ലിഥിയത്തിൻ്റെ അനോമലസ് പ്രോപ്പർട്ടീസ് നോക്കുന്നു. അത് കഴിഞ്ഞാൽ നമ്മൾ ബെർലിയത്തിൻ്റെ അനോമലസ് പ്രോപ്പർട്ടീസ് നോക്കും. അനോമലസ് പ്രോപ്പർട്ടീസ് ഓഫ് ലിഥിയം. ലിഥിയം എന്തുകൊണ്ടാണ് ഈ അനോമലസ് പ്രോപ്പർട്ടീസ് കാണിക്കുന്നത്? ഓക്കെ, എന്തുകൊണ്ടായിരിക്കും ലിഥിയത്തിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഈ പ്രോപ്പർട്ടീസ്, ഓക്കെ, അനോമലസ് പ്രോപ്പർട്ടീസ് കാണിക്കാനായിട്ട് സാധിക്കുന്നത്? ഒന്നാമത്തെ കാരണം അതിൻ്റെ സ്മോൾ സൈസ്. ഓക്കെ, ലിഥിയത്തിൻ്റെ ആറ്റം നോക്കുകയാണെങ്കിലും അയോൺ നോക്കുകയാണെങ്കിലും വളരെ ചെറുതാണ്. ഓക്കെ, സൈസ് വളരെ കുറവായതുകൊണ്ട് അവന് കൂടുതലായി നിൽക്കുന്ന ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഹൈഡ്രേഷൻ എൻതാൽപ്പി, ലിഥിയത്തിൻ്റെ ഹൈഡ്രേഷൻ എൻതാൽപ്പി വളരെ കൂടുതലാണ്, അതുകൊണ്ട്. ദെൻ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഹൈ പോളറൈസിങ് പവർ കൂടുതലാണ്. പോളറൈസിങ് പവർ സാധാരണ നമ്മൾ കണ്ടുപിടിക്കാറുള്ളത് ചാർജ് ടു റേഡിയസ് റേഷ്യോ ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, ചാർജ്, അതായത് ഇപ്പോൾ ലിഥിയത്തിൻ്റെ ആണെങ്കിൽ ലിഥിയത്തിൻ്റെ ചാർജ് ഡിവൈഡഡ് ബൈ അവൻ്റെ റേഡിയസ്. ഓക്കെ, ലിഥിയത്തിൻ്റെ ചാർജ് ഡിവൈഡഡ് ബൈ അവൻ്റെ റേഡിയസ്, ആ റേഷ്യോ വെച്ചിട്ടാണ് നമ്മൾ സാധാരണ പോളറൈസിങ് പവർ നമ്മൾ പറയാറുള്ളത്. നോക്കൂ, ഒരാളുടെ പോളറൈസിങ് പവർ ഞാൻ PP എന്ന് റെപ്രസെൻറ്റ് ചെയ്യാണ്. പോളറൈസിങ് പവർ കൂടുതലാണെങ്കിൽ അവൻ്റെ കോവാലന്റ് ക്യാരക്ടർ CC എന്ന് റെപ്രസെൻറ്റ് ചെയ്യാണ്. കോവാലന്റ് ക്യാരക്ടർ കൂടുതലായിരിക്കും. ഓക്കെ, പോളറൈസിങ് പവർ കൂടുതലാണെങ്കിൽ കോവാലന്റ് ക്യാരക്ടർ കൂടുതലായിരിക്കും. കോവാലന്റ് ക്യാരക്ടർ കൂടുതലാണെന്നുണ്ടെങ്കിൽ അവൻ കൂടുതൽ നന്നായി വാട്ടറിൽ ഹൈഡ്രോലൈസ് ചെയ്യുന്നു. ഓക്കെ, ഹൈഡ്രോലൈസ് ചെയ്യാനുള്ള ടെൻഡൻസി ഇവർക്ക് കൂടുതലായിരിക്കും. ഓക്കെ, പോളറൈസിങ് പവർ കൂടുതലാണെങ്കിൽ കോവാലന്റ് ക്യാരക്ടർ കൂടുതലായിരിക്കും. കോവാലന്റ് ക്യാരക്ടർ കൂടുതലാണെന്നുണ്ടെങ്കിൽ അവന് ഹൈഡ്രോലൈസ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. അതുപോലെ തന്നെ
കോവാലന്റ് ക്യാരക്ടറുള്ള കോമ്പൗണ്ടുകൾ ഓർഗാനിക് സോൾവെൻറ്റുകളിൽ നന്നായിട്ട് ഡിസോൾവ് ചെയ്യുന്നു. ഓക്കെ, കോവാലന്റ് ക്യാരക്ടറുള്ള കോമ്പൗണ്ടുകൾ ഓർഗാനിക് സോൾവെൻറ്റുകളിൽ നന്നായിട്ട് ഡിസോൾവ് ചെയ്യാനും സാധിക്കും. സോ ലിഥിയത്തിൻ്റെ കോമ്പൗണ്ടുകൾ നോക്കുമ്പോൾ അവർക്ക് പോളറൈസിങ് പവർ കൂടുതലായതുകൊണ്ട്, അവർക്ക് കോവാലന്റ് ക്യാരക്ടർ കൂടുതലായതുകൊണ്ട് അവർ കൂടുതൽ നന്നായിട്ട് ഓർഗാനിക് സോൾവെൻറ്റുകളിൽ ഡിസോൾവ് ചെയ്യാനായിട്ട് കഴിവുള്ള കോമ്പൗണ്ടുകളാണ്. ഓക്കെ, നമുക്ക് അടുത്തതായിട്ട് ഇനി അനോമലസ് പ്രോപ്പർട്ടീസ് ഓഫ് ബെർലിയം. ഓക്കെ, ബെർലിയത്തിൻ്റെ അനോമലസ് പ്രോപ്പർട്ടീസിലേക്ക് വരാം. എന്താണ് ബെർലിയത്തിൻ്റെ അനോമലസ് പ്രോപ്പർട്ടി? എന്തുകൊണ്ടാണ് ബെർലിയം അനോമലസ് പ്രോപ്പർട്ടി കാണിക്കുന്നത്? ഓക്കെ, ബെർലിയത്തിൻ്റെ എക്സെപ്ഷനലി സ്മോൾ സൈസാണ്. ഓക്കെ, ബെർലിയത്തിൻ്റെ സൈസ് നോക്കുമ്പോൾ മറ്റുള്ള എലമെൻറ്റ്സ്, ബെർലിയത്തിൻ്റെ താഴെ വരുന്ന ബെർലിയം, മെഗ്നീഷ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം, ബാരിയം നോക്കുന്ന സമയത്ത് ബെർലിയത്തിൻ്റെ സൈസ് വളരെ ചെറുതാണ്, ആറ്റോമിക് സൈസ് വളരെ ചെറുതാണ്, അയോണിക് സൈസ് വളരെ ചെറുതാണ്. അതുകൊണ്ടാണ് ബെർലിയത്തിന് അനോമലസ് പ്രോപ്പർട്ടീസ് കാണിക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, പിന്നെ അടുത്ത പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബെർലിയത്തിൻ്റെ അയോണൈസേഷൻ എൻതാൽപ്പി കൂടുതലാണ്. നമുക്കറിയാം, അതായത് ബെർലിയത്തിൻ്റെ കോൺഫിഗറേഷൻ വരുന്നത് 1s2 2s2 എന്നാണ് വരുന്നത്. ഓക്കെ, ഇത് കഴിഞ്ഞ് വരുന്ന ബോറോണിൻ്റെ കോൺഫിഗറേഷൻ വരുന്നത് 1s2 2s2 2p1 എന്നാണ്. നമ്മൾ ക്ലാസിഫിക്കേഷൻ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ആക്ച്വലി ബെർലിയം കഴിഞ്ഞ് വരുന്ന ബോറോണിലേക്ക് അയണൈസേഷൻ എൻതാൽപ്പി ഇൻക്രീസ് ചെയ്യാണ് ചെയ്യേണ്ടത്. എന്നാൽ ബെർലിയത്തിൻ്റെ അയണൈസേഷൻ എൻതാൽപ്പി ആരേക്കാൾ കൂടുതലായിരിക്കും? ബോറോണിനേക്കാൾ കൂടുതലായിരിക്കും, ബിക്കോസ് ഓഫ് ഷീൽഡിങ് ഇഫക്റ്റ്. ഓക്കെ, അതായത് ഇന്നർ ഇലക്ട്രോൺസിൻ്റെ ഷീൽഡിങ് കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത് കൊണ്ട് ഈ 2pയിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ വളരെ എളുപ്പത്തിൽ റിമൂവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇന്നർ ഇലക്ട്രോൺസിൻ്റെ ഷീൽഡിങ് കൂടുതലായതുകൊണ്ട് 2pയിൽ നിന്ന് ഇലക്ട്രോണിനെ കൂടുതൽ നന്നായിട്ട് റിലീസ് ചെയ്യാൻ സാധിക്കും. സോ ബോറോണിൻ്റെ അയണൈസേഷൻ എനർജി ബെർലിയത്തിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറവായിരിക്കും. ബെർലിയത്തിൻ്റെ അയണൈസേഷൻ എനർജി എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. ഓക്കെ, ബെർലിയത്തിൻ്റെ അയണൈസേഷൻ എനർജി കൂടുതലും ബോറോണിൻ്റെ അയണൈസേഷൻ എനർജി കുറവുമായിരിക്കും. ഇങ്ങനെയാണ് വരിക. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ അടുത്തായിട്ട് നോക്കാനുള്ളത് ഈ ബെർലിയം ഫോം ചെയ്യുന്ന കോമ്പൗണ്ടുകളും കോവാലന്റ് കോമ്പൗണ്ടുകൾ ആയതുകൊണ്ട് വളരെ എളുപ്പത്തിൽ ഹൈഡ്രലൈസ് ചെയ്യുന്നു. അതേപോലെ തന്നെ ഈ ബെർലിയത്തിൻ്റെ കോമ്പൗണ്ടുകൾക്ക് കോർഡിനേഷൻ നമ്പർ മാക്സിമം 4 വരെ പറ്റൂ. കാരണം അതിൽ എന്ത് പ്രസൻ്റ് ആയിട്ടില്ല? ഡി ഓർബിറ്റൽസ് പ്രസൻ്റ് ആയിട്ടില്ല. ഡി ഓർബിറ്റൽസ് ഇല്ലാത്തത് കൊണ്ട് നോൺ അവൈലബിലിറ്റി ഓഫ് ഡി ഓർബിറ്റൽസ്. ഓക്കെ, നോൺ അവൈലബിലിറ്റി ഓഫ് ഡി ഓർബിറ്റൽസ്. ഡി ഓർബിറ്റൽസ് പ്രസൻ്റ് അല്ലാത്തത് കൊണ്ട് ഇവന് മാക്സിമം ഫോം ചെയ്യാവുന്ന ഹൈബ്രിഡ് ഓർബിറ്റൽസ് എന്ന് പറയുന്നത് sp3 വരെയാണ്. sp3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് വരെ ഫിൽ ചെയ്യാൻ പറ്റൂ, അതിൽ കൂടുതൽ ഫോം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അവൻ്റെ മാക്സിമം കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 4 ആയിരിക്കും. 4നേക്കാൾ കൂടുതൽ അവന് കോർഡിനേഷൻ നമ്പർ കാണിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ബെർലിയത്തിൻ്റെ അനോമലസ് പ്രോപ്പർട്ടീസ് വരുന്നത്. അപ്പോൾ കുട്ടികളെ നമ്മൾ പ്രധാനമായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ അപ്പോൾ നോക്കിയത് എന്തൊക്കെ കാര്യങ്ങളായിരുന്നു? കെമിക്കൽ പ്രോപ്പർട്ടീസ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് തീർത്തു. ഓക്കെ, അത് കഴിഞ്ഞപ്പോൾ ചില സോൾസ് ഓഫ് ഓക്സോ ആസിഡ്സ്, ഓക്കെ, ആൽക്കലി മെറ്റൽസിൻ്റെയും ആൽക്കലൈൻ എർത്ത് മെറ്റൽസിൻ്റെയും ഓക്സോ ആസിഡുകളുടെ സോൾട്ടുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ നോക്കി. കാർബണേറ്റുകൾ, നൈട്രേറ്റുകൾ, സൾഫേറ്റുകൾ. ഇപ്പോൾ നമ്മൾ അനോമലസ് പ്രോപ്പർട്ടീസ് നോക്കി. അടുത്ത ദിവസം നമ്മൾ ഇവരുടെ ഡയഗണൽ റിലേഷൻഷിപ്പ് അങ്ങനെയുള്ള തുടങ്ങിയിട്ടുള്ള പോയിന്റുകളിലേക്ക് നമ്മൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നതായിരിക്കും.